മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നയിക്കുന്ന മഹായുതി സഖ്യത്തിന് വൻ മുന്നേറ്റമെന്ന് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. വാശിയേറിയ മത്സരം നടന്ന ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ശിവസേന സഖ്യം വിജയം കൊയ്യുമെന്ന് 4 എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു. സഖ്യം 130-ലധികം വാർഡുകൾ നേടുമെന്നാണ് പ്രവചനം. വിശദാംശങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ബി.ജെ.പി നേതൃത്വം നൽകുന്ന സഖ്യം ഉജ്ജ്വല വിജയം സ്വന്തമാക്കുമെന്ന് തന്നെയാണ് ഭൂരിപക്ഷം പ്രവചനങ്ങളും. സുരേഷ്, മഹാരാഷ്ട്രയിൽ നിന്നും വരുന്ന വാർത്തകൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദത്തിന് വഴി നൽകുന്നതാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം വൻ മുന്നേറ്റം നേടും എന്നാണ് പ്രവചനങ്ങൾ പുറത്തുവരുന്നത്. 4 പ്രവചനങ്ങൾ ഇപ്പോൾ എക്സിറ്റ് പോളുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ കണക്കുകൾ ഇപ്രകാരമാണ്. അതായത് വാശിയേറിയ മത്സരം നടന്ന ബൃഹൻ മുംബൈ, ഏഷ്യയിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷനാണ് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. ഏതാണ്ട് 75,000 കോടി രൂപയുടെ ബജറ്റുള്ള കോർപ്പറേഷൻ കൂടിയാണ്. ആ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ശിവസേന സഖ്യം വിജയം കൊയ്യുമെന്നാണ് 4 എക്സിറ്റ് പോളുകൾ പറയുന്നത്. സഖ്യം 130-ലധികം വാർഡുകൾ നേടും എന്ന് പ്രവചനം വന്നിട്ടുണ്ട്. ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ബി.ജെ.പി ശിവസേന സഖ്യത്തിന് 131 മുതൽ 151 വരെ സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. JVC എക്സിറ്റ് പോൾ സഖ്യത്തിന് 138 വാർഡുകൾ ലഭിക്കും എന്നാണ് പ്രവചിക്കുന്നത്. ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും 20 വർഷത്തിന് ശേഷം ഒരുമിച്ച് മത്സരിച്ചു എന്ന പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ഈ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഒന്നിച്ചത് താക്കറെ കുടുംബം ഒരുമിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടും ബി.ജെ.പിക്കെതിരെ നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആക്സിസ് മൈ ഇന്ത്യ സർവേ പ്രകാരം ശിവസേന UBT MNS സഖ്യത്തിന് 58 മുതൽ 68 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ചിത്രം. JVC എക്സിറ്റ് പോൾ പ്രകാരം ഈ സഖ്യത്തിന് 59 വാർഡുകൾ മാത്രമേ കിട്ടൂ എന്നും പ്രവചിക്കുന്നുണ്ട്. പ്രകാശ് അംബേദ്കർ നയിക്കുന്ന വഞ്ചിത് ബഹുജൻ അഘാഡിയുമായി അവസാന നിമിഷത്തിൽ സഖ്യം ഉണ്ടാക്കിയ കോൺഗ്രസിന് പരമാവധി 12 മുതൽ 16 വരെയുള്ള വാർഡുകൾ മാത്രമേ കിട്ടൂ എന്നും പ്രവചനമുണ്ട്. ഓർക്കേണ്ടത് 227 അംഗങ്ങളുള്ള ബൃഹൻ മുംബൈ കോർപ്പറേഷനിൽ ബി.ജെ.പി 137 സീറ്റുകളിലും ശിവസേന 90 സീറ്റുകളിലുമാണ് മത്സരിച്ചത്. അതിലാണ് ഇപ്പോൾ 130-ലധികം സീറ്റുകളിലേക്ക് ബി.ജെ.പി ശിവസേന സഖ്യം വിജയം കൊയ്യും എന്ന പ്രവചനം ഇപ്പോൾ വരുന്നത്. അതായത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം, ശിവസേന സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേവല ഭൂരിപക്ഷം എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക്. ഈ എക്സിറ്റ് പോളുകളും ആ രീതിയിലാണ് പ്രവചിക്കുന്നത്. മഹാരാഷ്ട്രയിൽ താക്കറെ കുടുംബത്തിന് അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവിടെ അവർ പരമാവധി ശ്രമിച്ചത് ഈ ഭാഷാടിസ്ഥാനത്തിലുള്ള വേർതിരിവിന് ഉൾപ്പെടെയാണ്. ഈ MNSന്റെ രാജ് താക്കറെയുടെയൊക്കെ പ്രസംഗം ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് പോലും ഭീഷണി ഉയർത്തുന്ന തരത്തിലായിരുന്നു. അതൊക്കെ തന്നെ മുംബൈയിലെ ജനത തള്ളിക്കളഞ്ഞു, മഹാരാഷ്ട്രയിലെ ജനത തള്ളിക്കളഞ്ഞു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. നരേന്ദ്രമോദിയിൽ, ദേവേന്ദ്ര ഫട്നാവിസിൽ അവിടുത്തെ ജനത വിശ്വസിക്കുന്നു എന്നാണ് ഈ എക്സിറ്റ് പോളുകൾ തെളിയിക്കുന്നത്. കണക്കുകൾ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ബി.ജെ.പി ശിവസേന സഖ്യം വിജയം കൊയ്യുമെന്ന് 4 എക്സിറ്റ് പോളുകളാണ് പ്രവചിക്കുന്നത്. വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്നും എസ് ശ്രീകാന്ത്.